ആറാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് തന്മയാണെങ്കിൽ ഒരു ബാറിൽ കള്ളു കുടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞെടുക്കാണ്. അങ്ങോട്ട് മോണിക വരുന്നുണ്ട്. മോണിക വന്നിട്ട് ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തന്മയനോട് പറയാണ്, നീ വീട്ടിൽ പോകുന്നില്ലേ, അവസാനത്തെ ഈ പാട്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ് ക്ലോസ് ചെയ്യും, ഇവിടുന്ന് എല്ലാവരും പോകുമെന്ന് അറിയുന്നുണ്ട്. ഇത് കേൾക്കുന്ന തന്മ അറിയുന്നുണ്ട്, എല്ലാത്തിൻ്റെയും എൻ്റാണ്, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവാണ്, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല, ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പിച്ചും പെയ്യും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മോണിക പറയുന്നുണ്ട്, നീ കുറച്ച് ടൈം എടുത്ത് ഹീലാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ ഈ ലോകത്തില്ല, അതുകൊണ്ട് നീ ടൈം എടുക്കണമെന്ന് പറഞ്ഞ് മെൻ്റലി അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് നരൻ്റെ ഓഫീസാണ്. അവനൊരു പ്രൊജക്റ്റ് US കമ്പനിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഡിലേ ആണ്. അത് അവസാനം അവന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവൻ ആപ്റ്റായി എന്ന് പറഞ്ഞ് കമ്പനി അവനെ കോൾ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. നേരെ മറിച്ച് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അവൻ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിള് ഇനി പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവസാനമായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു എൻഡ് സോങ് പോലത്തെ ഒരു സോങ്ങാണ് എഴുതിയേക്കുന്നത്. കുറച്ച് ഷോബോട്ടുള്ള സോങ്ങാണ്. അത് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് അയക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ആലോചനയിലാണ് ഇൻസ്പെക്ടർ നിൽക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ തരനും ആൻറ്റി ദേവിയും കൂടി കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റി പറയുന്നുണ്ട്, ഇപ്പം എന്താണ് പത്രത്തിൽ ആ ന്യൂസും കാര്യങ്ങളൊന്നും വരാത്ത, രണ്ടുപേരെ ഡിബേറ്റ് പോലെ ചെയ്യുന്നത്, അവർ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ തരനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ടിനെ കണ്ടിരുന്നോ, അന്നൊരു ദിവസം ഇവിടെ വന്നിരുന്നോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ മീറ്റ് ചെയ്തിരുന്നു, അന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്നത്. ഇൻസ്പെക്ടറിനെ കാണുമ്പോൾ തന്നെ ദേവി ചോദിക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടല്ലേ പോണത്, ഞാൻ ഫ്രൈഡ് എഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ദേവിക്ക് ഇൻസ്പെക്ടറിൻ്റെ ഇങ്ങനത്തെ പെരുമാറ്റത്തിൽ നല്ല രീതിക്ക് സങ്കടവും കാര്യങ്ങളുണ്ട്. പക്ഷെ അവളത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് തരണം ഫുഡ് കഴിച്ചിട്ടല്ലേ പോകുന്നതെന്ന് ഭയങ്കര കാര്യത്തിൽ ചോദിക്കുകയാണ്. തരനും പറയാണ്, എനിക്കും കഴിക്കാൻ സമയമില്ല, ഞാനും പോവാണ്, എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് അവനും പോവുകയാണ്. അവളാകെ ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് പ്രസ്സിലാണ്. അവിടുത്തെ മാനേജർ ഒരു ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് വലിയ രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മുടെ നരനോടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാവരോടും ഒച്ചയെടുക്കുന്നുണ്ട്. നരനോട് പറയുന്നുണ്ട്, നീ എൻ്റെ ക്യാബിനിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞിട്ട് മാനേജർ അവിടെ നിന്ന് പോകുകയാണ്. എല്ലാവരും നരനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നരൻ നമ്മുടെ മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നരനോട് ചോദിക്കുന്നുണ്ട്, വില്ലേജ് ഷെഫിൻ്റെ കാര്യങ്ങൾ പച്ചക്ക് എഴുതുന്നത് എന്തിനാണ്, നീ നിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ, ഇതെല്ലാം എത്ര മോശമാണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നരൻ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതെല്ലാം സത്യമല്ല, പോലീസുകാർ തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത്, എന്നിട്ട് നിങ്ങളെന്തിനാണ് സത്യം മറച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മാനേജറിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ ഇനി എഴുതുമെന്ന് പറഞ്ഞിട്ട് നരൻ അവിടെ നിന്ന് പോവുകയാണ്. ഇൻസ്പെക്ടറിൻ്റെ ഓഫീസിൽ വീരയാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് ഓടി വരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ വലിയ ഭാവവ്യത്യാസമില്ലാതെ അതവിടെ വെച്ചിട്ട് പൊക്കോളാനാണ് പറയുന്നത്. പക്ഷേ വീര പോയ ശേഷം അവൻ കുറച്ച് പേടിച്ചിട്ട് ആ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കാണ്. അതിൽ ഇവരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അയാളുടെ മരണത്തിന് ഇവരൊക്കെയാണ് കാരണം എന്നുള്ള രീതിയിലാണ് ഈ ന്യൂസ് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ എല്ലാവരും വായിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ തൻവീണയാണ്. തൻവീണെങ്കിൽ ഇതൊന്നും അറിയാതെ അവൻ്റേതായിട്ടുള്ള ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങോട്ട് ഇൻസ്പെക്ടറും ഉയർന്ന ഉദ്യോഗസ്ഥരും കൂടി ഇറങ്ങി വരാണ്. കാണുമ്പോൾ തന്നെ അറിയാം അയാൾ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടാണ് വരുന്നത്. ഇൻ്റർവ്യൂസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്ന് വരുന്നതും ഇദ്ദേഹത്തിൻ്റെ ഫേസ് കണ്ടിട്ട് പേടിച്ച് മാറുന്നുണ്ട്. കാരണം അത്ര ദേഷ്യപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എല്ലാവരും വഴിമാറിക്കൊടുക്കുകയാണ്. ഒന്നും ചോദിക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ കയറി പോവുകയാണ്.
അദ്ദേഹം ആരോടും ഒന്നും മിണ്ടാൻ നിൽക്കുന്നില്ല. അദ്ദേഹം പോയി കഴിഞ്ഞ് എല്ലാവരും നേരെ തിരിയുന്നത് ഇൻസ്പെക്ടറിൻ്റെ അടുത്തേക്കാണ്. ഇൻസ്പെക്ടറും നല്ല രീതിക്ക് ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിയും ഒന്നിനും ആൻസർ ചെയ്യാൻ റെഡിയല്ലാത്ത ഫേസിൽ നിൽക്കുന്നത് കൊണ്ട് ആരും ഒന്നും ചോദിക്കുന്നില്ല. ഇൻസ്പെക്ടർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡാക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം പുറകിൽ നരൻ നിൽക്കുന്നുണ്ടാവും. നരനിൽ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും മുമ്പോട്ട് പോകാൻ ധൈര്യപ്പെടുന്നില്ല. നമ്മുടെ തൻവയാണെങ്കിൽ അവൻ്റെ പണ്ടത്തെ വീട്ടിൽ ഒളിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പയ്യെ ഒന്നും മിണ്ടാതെയാണ് വീട്ടിൻ്റെ ഉള്ളിട്ട് കടക്കുന്നത്. അച്ഛൻ അവിടെ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടാവും. അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഏതാണ് ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ പെട്ടെന്ന് നിന്നിട്ട് പറയും, എൻ്റെ കുറച്ച് പഴയ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേന്നാണ് പറയുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, നീ വന്നേന്ന് നന്ദിയുണ്ട്, നീ എന്നെ ഓർത്ത വേറെ ചെയ്തിട്ടല്ലേ വന്നേക്കണേന്ന് നോക്കുമ്പോൾ നമ്മുടെ തൽവ ഭയങ്കര രീതിയിൽ കളിയാക്കാട്. ഞാൻ എന്തിനാണ് നിങ്ങളോർത്ത് വേറെ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ മുമ്പിൽ ഗോഷ്ടി കാണിക്കുകയാണ്. എന്നിട്ട് കൈയടിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ തന്നെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയ ശേഷം അച്ഛൻ ചിരിക്കുന്നുണ്ട്. കാരണം ശരിക്കും അവൻ അച്ഛനെ ഓർത്ത് പേടിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. അത് അച്ഛന് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ വിക്ടറിനെയാണ് കാണിക്കുന്നത്. വിക്ടർ നമ്മുടെ തരനെ കാണാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്നെയാണ്. അപ്പോൾ വിക്ടറിനോട് പറയുന്നുണ്ട്, നീ എന്നെ കാണാൻ വന്നതിൽ നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഓർത്ത് വെറിയായിട്ടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് എൻ്റെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുമെന്ന് വയ്ക്കുമ്പോഴേക്കും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി നൈറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് മാത്രമല്ല അവർ ഡ്രിങ്ക്സും കുടിക്കുന്നുണ്ട്. അവരുടെ ഇടയിലെ ചർച്ചാ വിഷയം വില്ലേജ് ഷീഫിൻ്റെ മരണം തന്നെയാണ്. നമ്മുടെ തൻവയും വിക്ടറും അങ്ങോട്ട് വരുമ്പോഴേക്കും അവർ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് നമ്മുടെ തരനാണെങ്കിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടറിനെയാണ് കാണിക്കുന്നത്. അവൻ നരൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. പക്ഷെ നരൻ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അയാളുടെ മരണത്തിൽ നിങ്ങളും പങ്കാളിയാണെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാമെന്നാണ് പറയുന്നത്. അത് ഞാനല്ല ചെയ്തത്, നീ എന്താണ് മനസ്സിലാക്കാത്തത്, ഞാനൊരു പോലീസുകാരനല്ലേ നോക്കുമ്പോഴേക്കും ഞാൻ പോവാണ്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ നമ്മുടെ ബാറിൽ വന്നിരിക്കുകയാണ്. മോണിക പറയുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സങ്കടപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട, നീ എൻജോയ് ചെയ്യ് ലൈഫ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തരണയാണ് പിന്നെയും കാണിക്കുന്നത്. അവിടെ പിള്ളേര് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിക്ടർ ഇടപെടുന്നുണ്ട്. വില്ലേജ് ഷെഫിൻ്റെ മരണത്തിന് കാരണം നമ്മുടെ തരണമൊന്നുമല്ല എന്ന് പറയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയാണ്, ഇൻസ്പെക്ടറിൻ്റെ കസിൻ ആരാണ്? ഇൻസ്പെക്ടർ കാരണമാണ് അയാൾ മരിച്ചത്, അയാളുടെ കസിൻ ഇവനാണ്, ഇവനും അതിൽ നല്ല പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒന്നുള്ളവാണ്. വിക്ടറിന് നല്ല രീതിക്ക് അടിയും കിട്ടുന്നുണ്ട്. വിക്ടറിനെ കൂട്ടി തരൻ വീട്ടിലേക്കാണ് വരുന്നത്. വിക്ടറിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്? എന്നെ സഹായിച്ച് നീ അബദ്ധത്തിലാവുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്ടർ അവൻ്റെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞിട്ട് അവൻ്റെ ലവ് എക്സ്പോസ് ചെയ്യാണ്. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാണ്. ഇത് കാണുന്നതും തരൻ അവൻ ഊരിയിട്ട ഷർട്ട് അവൻ്റെ മേത്തേക്ക് എടുത്തിടാണ്. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, വരൂ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ വിക്ടറിന് നല്ല രീതിക്ക് സങ്കടമാവുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണെന്നാണ് വിക്ടർ പറയുന്നത്. പക്ഷേ ഇതൊന്നും തരം കേൾക്കാൻ നിൽക്കുന്നില്ല. നീ വേഗം വാ, നിന്നെ ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടേക്കാന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കാറിൻ്റെ മുകളിലാണ് കാണിക്കുന്നത്. വിക്ടർ നമ്മുടെ തരനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നൊന്ന് ഹോൾഡ് ചെയ്തോട്ടേന്ന്. പക്ഷെ തരൻ സമ്മതിക്കാത്തപ്പോൾ പറയുന്നുണ്ട്, ഒരു ബ്രദർ എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യണേന് വിരോധമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ തരനാണെങ്കിൽ അവനെ നല്ല രീതിക്ക് ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിക്ടർ ഹഗ് ചെയ്തിട്ട് നല്ല രീതിക്ക് വിഷമിക്കുകയാണ്. കാരണം അവൻ്റെ ഫീലിങ്സ് അത്ര ജെനുവിനായിരുന്നല്ലോ. വിക്ടർ തരം പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ദേവി ഇരുന്ന് കോഫി ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട്
തരനും വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇന്ന് പോയില്ലേ, ഇന്നാണല്ലോ പിള്ളേരുടെ മാർച്ചും കാര്യങ്ങളൊക്കെ. എനിക്ക് അവർ ഓർത്തിട്ട് പാവം തോന്നുന്നു. കാരണം പോലീസുകാർ നല്ല രീതിക്ക് അവർ തല്ലാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതറിയുന്ന തരൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പിള്ളേർ ആ സമരം ചെയ്യുന്ന സ്ഥലത്തെ കാഴ്ചകളാണ്. അവിടെ ഭയങ്കര രീതിയിൽ ഒച്ചയെടുത്തിട്ടാണ് സമരം ചെയ്യുന്നത്. കുറേ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ സമരം ക്യാപ്ചർ ചെയ്യാനായിട്ട് നരനാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ ഓരോരോ ഫോട്ടോയും വിടാതെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ തരൻ വരാണ്. അപ്പോഴേക്കും അവിടെ അലർട്ട് മുഴുങ്ങിയിട്ട് ഭയങ്കര രീതിയിൽ തല്ലും ബഹളമൊക്കെ ആവുന്നുണ്ട്. തരൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇൻസ്പെക്ടറിൻ്റെ ഓഫീസിട്ട് വീരോടി വന്നിട്ട് പറയുകയാണ്, ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് തരനും പെട്ടുപോയിട്ടുണ്ട്, ദേവി വിളിച്ചിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം നിർത്തിവെക്കാൻ. പക്ഷേ പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ തരണിയെ കാണുന്നുണ്ട്. നരനോട് ചോദിക്കുന്നുണ്ട്, നീ തരൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നരൻ പറയാണ്, നീ എന്തൊരു മനുഷ്യനാണ്, നിൻ്റെ നെഫ്യൂനെ സഹായിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത്, ബാക്കിയുള്ളവർ ചാവുന്നതിൽ നിനക്ക് കുഴപ്പമില്ലല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വിക്ടറിനെയും കൂട്ടിയിട്ട് തരനാണെങ്കിൽ ഒരു ഗ്യാരേജിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഗ്യാരേജിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് വിക്ടറിനോട് പറയുന്നുണ്ട്, നീ ബ്രീത്ത് എടുക്ക്, പയ്യെ ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആരോ വരുന്ന രീതിയിൽ ഒച്ച അവർ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്ത് എടുക്കുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒച്ച അടുത്തടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ തരനാണെങ്കിൽ വിക്ടറിനെ ഹഗ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങോട്ട് ഒരു ആൾ വരുന്നുണ്ട്. അയാളുടെ കാലാണ് ആദ്യം കാണിക്കുന്നത്. ഒരു പോലീസുകാരനാണ്. അയാൾ വന്നിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ആരുമില്ലെന്ന് കണ്ടതും അയാൾ പോകാണ്. പെട്ടെന്ന് തന്നെ വിക്ടറിനെ അവൻ പഴയ പോലെ ആക്കുന്നുണ്ട്. പക്ഷെ വിക്ടറിന് അവൻ്റെ ഉള്ളിലെ ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ഇതെല്ലാം കാണിക്കുന്നത് പ്രണയം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ തരനെ കിസ് ചെയ്യാൻ പോവാണ്. പക്ഷെ തരനാണെങ്കിൽ അത് സമ്മതിക്കാതെ അവനെ അടുപ്പിക്കാതെ അകറ്റി തന്നെ നിൽക്കുകയാണ്. ഇത് വിക്ടറിന് നല്ല രീതിക്ക് സങ്കടം വരുന്നുണ്ട്. അടുത്ത സീനിൽ ഒച്ച കേൾക്കുമ്പോഴേക്കും നമ്മുടെ വിക്ടറിനെ തരൻ ഹഗ് ചെയ്ത് തന്നെ പിടിക്കുകയാണ്. ഇവനിങ്ങനെ ഹഗ് ചെയ്ത് പിടിക്കുമ്പോൾ വിക്ടർ ഭയങ്കരമായിട്ട് കരയാണ്. കാരണം അവൻ്റെ ഫീലിങ്സ് തരൻ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് തന്നെ തരൻ എണീറ്റ് നിൽക്കും. പക്ഷെ അങ്ങോട്ട് വരുന്നത് വീരയായിരിക്കും. വീരയാണെന്ന് മനസ്സിലാക്കിയ വിക്ടറും അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, വരൂ നമുക്ക് കാറിന് പോകാമെന്ന്. ഇതേ സമയം നമ്മുടെ തൻപയും കൂട്ടുകാരാണെങ്കിൽ ചർച്ചയിലാണ്. ശരിക്കും എന്തിനാണ് ഈ സമരമൊക്കെ വെക്കുന്നത്, ഇതിലൂടെ എന്താണ് നേടാൻ പറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഹേർട്ടാവുന്ന മാത്രമല്ലാതെ ഒരു സൊല്യൂഷനും കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഫുഡൊന്നും വേണ്ട, വിശക്കുന്നില്ല, ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ പോവാണ്. അങ്ങനെ നമ്മുടെ വീരയുടെ ഡ്രസ്സിൽ എന്തോ അഴുക്ക് ദേവി കാണുന്നുണ്ട്. അത് നീ ഒരുത്താ, ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഷർട്ട് ഊരിയിട്ട് ദേവിയുടെ കൈയിട്ടാണ് കൊടുക്കുന്നത്. ഇവർ തമ്മിൽ എന്തോ പറയാതെ ഒരു റിലേഷനുള്ള പോലെ എല്ലാവർക്കും നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് വിക്ടറിനെ തരൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയാക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സേഫായിട്ടിരിക്കണം, ഇനി ഇതേപോലത്തെ പ്രശ്നങ്ങൾക്കൊന്നും ഓടിപ്പോയി ചാടരുത്, വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കാനാണ് പറയുന്നത്. ഇവൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയും കൂടി ഇരിക്കുകയാണ്. ഇവനെ കണ്ടിട്ട് നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ നല്ല രീതിക്ക് ഒച്ചെടുക്കാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിയ ബാക്കിയുള്ളൊരവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മുടെ വിക്ടർ ഇരിക്കുമ്പോഴേക്കും ആ പെൺകുട്ടി, നിൻ്റെ വൂൺസ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് അവനെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇത് വർക്കാവത്തില്ല, എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല, നീ ഇങ്ങനെ കാണിക്കുന്നതെല്ലാം എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ അതിന് ചെയ്യണ്ട, കാരണം ഞാനൊരു ഗേ ആണെന്നുള്ള സത്യം അവനോട് തുറന്നു പറയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. കാരണം അത്ര ഇഷ്ടമായിരുന്നു അവൾക്ക് അവനെ. ഹരനാണെങ്കിൽ റോഡിൻ്റെ പകുതി എത്തുമ്പോഴേക്കും ഡ്രൈവറോട്
പറയാണ്, എന്നെ ഇവിടെ ഇറക്കിക്കോ, ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം, നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നീ പൊക്കോളാനാണ് പറയുന്നത്. എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണമെന്നും പറയുന്നുണ്ട്. ഡ്രൈവർ ആദ്യം അതിനെ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ആ കാര്യത്തിന് സമ്മതിക്കാണ്. അങ്ങനെ റോഡിൽ നിന്ന് നമ്മുടെ തരൻ കരയാണ്. ആ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ തന്മയുണ്ടാവും. അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ തന്മേനെ കണ്ടതും തരൻ ഓടി അവൻ്റെ അടുത്തേക്ക് വരാണ്. ഒന്നും മിണ്ടാതെ തന്മേനെ തരൻ കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല നല്ല രീതിക്ക് കരയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ തരൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ തന്മയും അവനെ നല്ല രീതിക്ക് തന്നെ ആശ്വസിപ്പിക്കുകയാണ്. നീ കരയണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇവർ അകത്തേക്ക് വന്നതും ദേവി ഓടി വരികയാണ്. എന്തിനാണ് കരയുന്നത്, നീ ഓക്കെ അല്ലേ, നിനക്ക് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തരം കരയുന്നത്. തന്മേനോട് പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം നീ ഇവിടെ നിൽക്ക്, ഞാൻ ഗസ്റ്റ് റൂം ശരിയാക്കാം, ഇത്ര ലേറ്റ് ആയില്ലെന്ന് നോക്കുമ്പോൾ തന്മ പറയാണ്, ഓക്കെ ഞാനിവിടെ നിൽക്കാമെന്ന്. തനം പറയുന്നുണ്ട്, ഗസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കണ്ട, എൻ്റെ ഒപ്പം അവനവിടെ നിന്നോളൂ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഫുഡ് എന്തെങ്കിലും വേണമെന്ന് വയ്ക്കുമ്പോൾ ഫുഡൊന്നും വേണ്ട, ഇന്നത്തെ ദിവസം എനിക്ക് ഫുഡ് കഴിക്കാനേ പറ്റില്ല, എന്തെങ്കിലും കഴിക്കാൻ നോക്കിയാൽ തന്നെ അതിൻ്റെ തൊണ്ടേന്ന് ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ആ മുറിയിൽ പോകുന്നുണ്ട്. അവനോട്, അതായത് നമ്മുടെ തന്മേനോട് പറയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഉച്ച നിന്ന് പോയി, എനിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ മൈൻഡ് ബ്ലാങ്കൗട്ടായി, പഴയ ട്രോമയിലേക്കാണ് ഞാൻ ആദ്യം ചെന്നെത്തിയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് ഫുള്ളും പോയി. കുറേ പിള്ളേർ എൻ്റെ പേര് വിളിച്ചപ്പോഴാണ് ഞാനൊന്ന് ഉണർന്നത് തന്നെ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോഴാണ് തന്വ അവിടെ അവൻ കൊടുത്ത പേപ്പറിൻ്റെ സാധനങ്ങളെല്ലാം ഒരു കളക്ഷൻ പോലെ വെച്ചേക്കുന്ന കാണുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെനിക്ക് വില മതിക്കാനാവാത്തതാണെന്നാണ് പറയുന്നത്. ഓക്കെ, നീ എന്തിനാണ് എനിക്കിതെല്ലാം ഉണ്ടാക്കി തന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ്, എനിക്ക് നീ വില മതിക്കാനാവാത്തതാണ്, ഞാനിത് ഉണ്ടാക്കി തന്നത് നിനക്ക് വേണ്ടി മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തരനൊരു പാട്ട് പാടും. അതെനിക്ക് ഒന്നുകൂടി കേൾക്കണമെന്ന് പറയുമ്പോഴേക്കും തരനൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അതിൽ കൂടി ആ പാട്ട് പാടാണ്. ആൻറ്റി ദേവി ഇത് കേൾക്കുന്നുണ്ട്. ആൻറ്റി ദേവി ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, അവൻ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നത് തന്നെ. അവനിപ്പോൾ ഓക്കെ ആയി, ഹീലായി തുടങ്ങുന്നുണ്ടെന്ന് ആൻറ്റി പറയുന്നുണ്ട്. നേരെ മരിച്ച് തന്മയും തരനാണെങ്കിൽ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണല്ലോ, ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവർക്ക് അവർ മാത്രമാണ് ഉള്ളത്. നമ്മുടെ തരനെ അന്വേഷിച്ച് വിക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. വിക്ടർ വന്നിട്ട് വീടിന് പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ തരൻ്റെ റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട്. ഇതുവരെ നമ്മുടെ തരൻ ഉറങ്ങിയില്ലേ എന്നാണ് വിക്ടർ ചിന്തിക്കുന്നത്. പോകാനായിട്ട് അവൻ തിരിയുമ്പോഴേക്കും നമ്മുടെ തൻവയുടെ കാറ് കാണുമ്പോൾ അവനെല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.